സർ, നമ്മുടെ ഈ സർവകലാശാലകളിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നതായിട്ട് കേൾക്കുന്നു. UGC ആ നിയമം സമഗ്രമായിട്ട് പൊളിച്ചെഴുതുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണം, സുപ്രീം കോടതിയുടെ നിർദ്ദേശാനുസരണം വലിയ മാറ്റമാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കരട് തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങൾ നമുക്ക് ഒന്ന് വിശദീകരിക്കാമോ? പ്രശാന്ത്, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ആ പ്രശ്നമായിട്ട് നമ്മൾ എപ്പോഴും പറഞ്ഞു കേൾക്കുന്നത്, സംസ്ഥാന സർക്കാർ നൽകുന്ന ലിസ്റ്റിൽ നിന്ന് ഗവർണർ അഥവാ ചാൻസലർ, യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ അദ്ദേഹം ചാൻസലറാണ്, ചാൻസലർ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രതിസന്ധിയുടെ പ്രധാന കാരണമായി നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്. ഇപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, കേരളത്തിൽ നിന്ന് ഏറെക്കുറെ 1 ലക്ഷം വിദ്യാർത്ഥികളോളം പ്രതിവർഷം വിദേശ സർവകലാശാലകളിലേക്ക് ബാങ്ക് ലോണൊക്കെ സംഘടിപ്പിച്ചു പോവുകയാണ്. ഇതിന് കാരണം സംസ്ഥാന സർക്കാർ നൽകുന്ന ലിസ്റ്റിൽ നിന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ചാൻസലർ വൈസ് ചാൻസലർമാരെ നിയമിക്കാത്തതിന്റെ പ്രതിഷേധം കൊണ്ടാണോ വിദ്യാർത്ഥികൾ പോകുന്നത്? ആണോ? അല്ല, ഇപ്പം ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടുന്ന് മാറിയല്ലോ, പുതിയ ഗവർണർ വന്നിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹം കാരണം ഈ 1 ലക്ഷം കുട്ടികൾ ഇവിടെ പഠിത്തം നിർത്തിയിട്ട് വിദേശത്തേക്ക് പോയി എന്ന് പറയുന്ന കണക്ക് തലയ്ക്കകത്ത് നിലാവ് ഉദിച്ചവർക്ക് മാത്രമേ അത് വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ. UGCയുടെ പുതിയ റെഗുലേഷൻസ് വന്നപ്പോൾ ഇന്നലെ ധാരാളം ചർച്ചകളും സംവാദങ്ങളും കാണാനിടയായി. അതിൽ പ്രധാനമായിട്ട് ഉയർന്നു കേട്ട ഒന്ന്, ഈ കേന്ദ്ര ഏജൻസിയായ UGC ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഭരണഘടനയിൽ വിഭാവനം ചെയ്തിരിക്കുന്ന ഫെഡറലിസം തകരാറിലാവും. അപ്പൊ എന്റെ സംശയം, ഈ ഫെഡറലിസം തകരാറിലാവുന്ന ഭയം കൊണ്ടാണോ ഈ ചെറുപ്പക്കാർ കേരളം വിട്ട് വിദേശ യൂണിവേഴ്സിറ്റികളിലേക്ക് പോകുന്നത്? എന്തു ബാലിശമായ വാദങ്ങളാണ് പറയുന്നത്. നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇന്നലെ ഞാൻ ഉയർന്നു കേട്ട പൊതു സംവാദങ്ങളിൽ ഉയർന്നു കേട്ട ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിന്റെ മൗഢ്യം സൂചിപ്പിക്കുക. ഉയർന്നു കേട്ട മറ്റൊരു വാദം, യൂണിവേഴ്സിറ്റികളുടെ വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് വ്യവസായ രംഗത്തു നിന്ന് വ്യവസായികളെ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മേധാവികൾ ഒക്കെയും വരാൻ സാധ്യതയുണ്ടെന്ന് കേൾക്കുന്നു. അപ്പോൾ ഒരു ചോദ്യമാണ്, ബിവറേജസ് കോർപ്പറേഷന്റെ ചെയർമാൻ കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി വരുമോ? ഇത് ഇവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റി സംരക്ഷകൻ ചോദിച്ച ചോദ്യമാണ്. അദ്ദേഹത്തിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തുള്ളവർക്ക് വ്യവസായം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആകെ അറിയാവുന്നത് ബിവറേജസ് കോർപ്പറേഷനാണ്. ട്രേഡ് എന്ന് പറഞ്ഞാൽ ആകെ അറിയാവുന്ന ലോട്ടറി കടകളാണ്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഒരു ക്യൂ കണ്ടാൽ അത് ബിവറേജസ് കോർപ്പറേഷൻ ആണെന്നും, ഒരു ഷോപ്പിന് മുമ്പിൽ ഒരു ആൾക്കൂട്ടം കണ്ടാൽ അത് ലോട്ടറി കടയാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കേരളത്തിലെ അവസ്ഥ അങ്ങനെ മാറി. ഞാൻ പറയാം, നമ്മുടെ ഇൻഫോസിസിന്റെ സ്ഥാപകന്മാരിൽ ഒരാളാണ് നന്ദൻ നിലേക്കനി. അദ്ദേഹമാണ് ഭാരതത്തിൽ UID, നമ്മൾ ഇന്ന് ആധാറായി ഉപയോഗിക്കുന്ന കാർഡിന്റെ ആ ഐഡിയ കൺസെപ്ച്വലൈസ് ചെയ്ത് സർക്കാരുകൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. ഈ ആധാർ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സൗകര്യങ്ങളെയും പ്രയോജനങ്ങളെയും ഗവൺമെന്റ്സിലെ ഭരണത്തിലുണ്ടാകുന്ന സൗകര്യങ്ങളെയും കുറിച്ച് ആദ്യമായി ഭരണകൂടത്തെ ധരിപ്പിച്ച അദ്ദേഹമാണ്. അദ്ദേഹം 1 രൂപ ശമ്പളം മേടിച്ചാണ് ഈ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് UID കാർഡുകൾ നമുക്ക് ഉണ്ടാക്കി തന്നത്. ഇങ്ങനെ ഒരാളാണ് വൈസ് ചാൻസലറായി വരുമെന്ന് പറയുന്നത്. അല്ലാതെ ബാംബു കോർപ്പറേഷൻ ചെയർമാനും ഹെഡ് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ചെയർമാനും യൂണിവേഴ്സിറ്റികളുടെ വൈസ് ചാൻസലർമാരായി വരുമെന്നല്ല ഇതിന്റെ അർത്ഥം. ആ രീതിയിലാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ വിദ്യാർത്ഥികൾ ഇന്ന് എന്തുകൊണ്ടാണ് കേരളം വിട്ട് പോകുന്നത്? ഇന്ന് ചെറുപ്പക്കാർ കേരളത്തിലില്ല. നമ്മുടെ ഗൃഹാന്തരീക്ഷത്തിൽ ഒരു ചടങ്ങ് നടത്തിയാൽ, ഒരു പൊതു ചടങ്ങിൽ മധ്യവയസ്കരും സീനിയർ സിറ്റിസൺസും മാത്രമായിട്ട് വരുവാണ്, ചെറുപ്പക്കാരെ കാണാനില്ല. കാരണം ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പലർക്കും വിശ്വാസമില്ല. അതിനുശേഷം ഒരു തൊഴിൽ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയ്ക്ക് വകയില്ല. അതുകൊണ്ട് ഇവിടുന്ന് ആളുകൾ കേരളം വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, വിദേശ സർവകലാശാലകളിലേക്ക് പോകുന്നു. ഞെട്ടിപ്പിക്കുന്നത്, വിദേശ സർവകലാശാലകൾ മാത്രമല്ല, നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലെ ഡീംഡ് യൂണിവേഴ്സിറ്റി, കൽപ്പിത സർവകലാശാലകളിലേക്ക് പോകുന്നു. കാരണം ഈ സ്ഥാപനങ്ങളിൽ കാലഘട്ടത്തിന് അനുസൃതമായ, സാങ്കേതിക വിദ്യക്ക് അനുസൃതമായ ധാരാളം തൊഴിൽ ലഭ്യമാകാൻ സഹായിക്കുന്ന ധാരാളം കോഴ്സുകളുണ്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റികൾ എന്താണ് സംഭവിക്കുന്നത്? ഇന്നും തുഗ്ലക്കിന്റെ ഭരണപരിഷ്കാരം പഠിപ്പിക്കുക, അത് പഠിച്ചു വരുന്നവർ വൈസ് ചാൻസലർ ആവുക, അങ്ങനെ ആ സിസ്റ്റം തുടരുകയാണ്. സാമ്പ്രദായികമായ കോഴ്സുകൾ ഇവിടെ ആരും നിർത്തലാക്കുന്നില്ല. കാര്യം ഒരുപക്ഷെ അധ്യാപക തസ്തികകൾ കുറയുമെന്നുള്ള ഭയമാകാം. അതായത് മൂല്യവത്തായ ഗവേഷണങ്ങൾ നടക്കുന്നില്ല. നമ്മുടെ കേരളത്തിൽ യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്ന ഗവേഷണ പ്രബന്ധങ്ങളെ കുറിച്ചും ഒക്കെ നമുക്ക് അറിവുള്ളതാണല്ലോ. ഈ ഗവേഷണങ്ങളാണ് ആണല്ലോ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നടക്കുന്ന ഗവേഷണങ്ങളുടെ പഠന ഫലങ്ങൾ പൊതുസമൂഹത്തിന് പ്രയോജനപ്രദമാകുന്ന വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ പറ്റി എത്ര ഗവേഷണ പ്രബന്ധങ്ങൾ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഉണ്ടാകുന്നു.
ഇവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും നടത്തുന്ന ഗവേഷണങ്ങളെ അടിസ്ഥാനമാക്കി എത്ര പേറ്റന്റുകൾ എടുത്തിട്ടുണ്ട്. പേറ്റന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ കണ്ടുപിടുത്തത്തിന് അനുസൃതമായി മനുഷ്യർക്ക് സമൂഹത്തിന് പ്രയോജനപ്രദമായ സേവനങ്ങളും ഉൽപ്പന്നങ്ങളും ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള നിയമപരമായ അവകാശത്തിനാണ് പേറ്റന്റ് എന്ന് പറയുന്നത്. അതെ. എത്ര യൂണിവേഴ്സിറ്റി അധ്യാപകർ ആ വിഷയങ്ങളിൽ ടെക്സ്റ്റ് ബുക്കുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എത്ര പേര് നവീനവും ഇന്നോവേറ്റീവുമായിട്ടുള്ള കൺസെപ്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഈ ചോദ്യങ്ങൾ കുട്ടികൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കേരളത്തിൽ തന്നെ ഏകദേശം 150 എഞ്ചിനീയറിംഗ് കോളേജിൽ, സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജിൽ 100 എണ്ണം മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. 40% എഞ്ചിനീയറിംഗ് സീറ്റുകൾ സ്വാശ്രയ കോളേജുകളിൽ ഒഴിഞ്ഞു കിടക്കുന്നു. 20% കോളേജുകൾ മാത്രമാണ് ലാഭകരമായി പ്രവർത്തിക്കുന്നത്. 4 യൂണിവേഴ്സിറ്റികളിൽ ഏകദേശം 85,000-ഓളം ബിരുദ കോഴ്സുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. ഏകദേശം 13,000-ഓളം ബിരുദാനന്തര ബിരുദ കോഴ്സുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. കാരണം എന്താണ്? ഇവിടെ 10ാം ക്ലാസ്സിൽ 99% വിജയം. പരീക്ഷാ ഹാളിന്റെ ഗ്രൗണ്ട് വരാന്തയിൽ കൂടെ പോയാൽ പാസ്സാകുമെന്ന് തമാശ പറഞ്ഞു കേൾക്കാറുണ്ട്. 10ാം ക്ലാസ്സിൽ പൂർണ്ണ വിജയം, +2-വിൽ പൂർണ്ണ വിജയം, പിന്നെ അതിനനുസൃതമായി ആവശ്യമില്ലാത്ത തരത്തിലുള്ള ബിരുദാനന്തര കോഴ്സുകളുടെ ക്രിയേഷൻ. അങ്ങനെ വിദ്യാഭ്യാസ രംഗം താറുമാറായി ഇരിക്കുമ്പോഴാണ് UGC എന്ന് പറയുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്താൻ അധികാരപ്പെടുത്തിയിരിക്കുന്ന സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയാണ്. ഇത് സ്റ്റാറ്റ്യൂട്ട് വഴി നിലവിൽ വന്ന ഒരു കേന്ദ്ര ഏജൻസിയാണ്. ഈ UGC ആണ് യൂണിവേഴ്സിറ്റികൾക്കും കോളേജുകൾക്കും അംഗീകാരം നൽകുന്നതും അതിനുവേണ്ട ഫണ്ട് നൽകുന്നതും ഈ യൂണിവേഴ്സിറ്റികളിലെ കോഴ്സുകളുടെ നിലവാരം ഉറപ്പിക്കാൻ വേണ്ട റെഗുലേഷൻസ് ഇഷ്യൂ ചെയ്യുന്നതും ബ്രോഡറായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതും ഒക്കെ UGC ആണ്. നമ്മളിപ്പോൾ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യുന്നത് VCയെ അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിന് പോയിരിക്കുന്നു. ഈ VCയെ അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിന് കിട്ടിയാൽ ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിലവാരം ഉയരുമോ? അതല്ല വേണ്ടേ. ഇവിടെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്നത് എന്താണ്? നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇവിടെ കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു വിദ്യാർത്ഥി പഠിച്ച കോളേജിൽ BCom തോക്കുന്നു. ആ തോറ്റ വിദ്യാർത്ഥി കലിംഗ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് ഇവിടെ പോസ്റ്റ് MCom ചേരുന്നു. ആ സമയത്ത് കലിംഗ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജയിച്ചു എന്ന് പറയുന്ന സമയത്ത് ഇവിടെ തോറ്റുകൊണ്ടിരിക്കുകയാണ്. പരീക്ഷ എഴുതാത്ത വിദ്യാർത്ഥി നേതാവിന്റെ പേരിൽ പരീക്ഷ മാർക്ക് ലിസ്റ്റ് വരുന്നു. ഈ സാധാരണ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഈ കലോത്സവം നടക്കുമ്പോൾ എല്ലാ കലാപങ്ങളും മാറ്റിവെക്കും. കഴിഞ്ഞ കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ നടന്ന സംഘടനകൾ കണ്ടില്ലേ? ഈ കലോത്സവം നിർത്തിവെക്കേണ്ടി വന്നു. അതിൽ മാർക്കിടാൻ വന്ന ഒരു ജഡ്ജ് ആത്മഹത്യ ചെയ്തു. ഇവിടുത്തെ കലാലയങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ എന്നാൽ ഞാൻ ഈ അവസരത്തിൽ വളരെ വിനയത്തോടു കൂടി പറയുന്ന ഒരു രക്ഷകർത്താവിനെ ഞാൻ ചൂണ്ടിക്കാണിക്കാം. അദ്ദേഹത്തിന് അനുകരിച്ചാൽ ഇവിടുത്തെ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും രക്ഷപ്പെടും. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ മകളെ ഒരു സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അയച്ച് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അയച്ച് പഠിപ്പിച്ചു. അവർ ആ സാങ്കേതിക പരിജ്ഞാനം കൈവരിച്ച ബിരുദം നേടിയതിനു ശേഷം അവർ സ്വന്തം നിലയിൽ അവർ ധാരാളം ജോലികൾ ചെയ്തു. അതുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രേരിതവും അല്ലാത്തതുമായ കേസുകളൊക്കെ അവിടെ നിൽക്കട്ടെ. അത് കാലാനുസൃതമായി ഒരു രക്ഷകർത്താവ് എടുക്കേണ്ട തീരുമാനമാണ്. അത് അദ്ദേഹം എടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ ഒരു ഉന്നതമായ മാനേജ്മെന്റ് കോളേജിൽ സ്വകാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു. പിന്നെ ബെർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ചു. അത് HSBC പോലൊരു സ്ഥാപനത്തിൽ ജോലി കിട്ടി. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ കുട്ടികളും രക്ഷകർത്താക്കൾക്കും ഒക്കെ മാതൃകയാക്കാവുന്ന ഒരു മോഡലാണിത്. അതായത് കാലാനുസൃതമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ അധ്യാപകരും രക്ഷകർത്താക്കളും കുട്ടികളും തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ അവരുടെ ഭാവി സുരക്ഷിതമാകും. നമ്മുടെ കേരളത്തിൽ കാണാറില്ലേ, കുറെ കുട്ടികൾ നിരന്തരം നമ്മുടെ പോലീസിന്റെ വെള്ളം ഇൻജെക്ട് ചെയ്യുന്നതിന് എന്താ പേര് പറയുന്നത്? ജലപീരങ്കിയുടെ മുമ്പിൽ കിടക്കുന്ന കുറെ ആൺകുട്ടികളും പെൺകുട്ടികളും, പോലീസിന്റെ ബാരിക്കേഡിൽ വലിഞ്ഞു കയറുന്ന കുറെ പാവംകുട്ടികൾ, കുറച്ചുപേര് സ്ഥിരം ഭരണഘടനാ അധികാരികളുടെ കാറിന് പുറകെ ഓടുന്ന കുറെ പേർ, ഇല്ലേ? അപ്പൊ അങ്ങനെ ഒരു പറ്റം ചെറുപ്പക്കാർ ഇങ്ങനെ ഭാവി നശിക്കുകയാണ്. എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ കുറച്ചു പേർക്കൊക്കെ ഈ സഹകരണ മേഖലയിലും ഒക്കെ ജോലി കിട്ടുമായിരുന്നു. ഇന്ന് സഹകരണ മേഖല തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള സാധ്യതകളുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ ദിവസം ഇറങ്ങിയ 2018 അവസാനമായിട്ട് UGC റെഗുലേഷൻസ് പുറത്തിറക്കിയത്. അതിനുശേഷം 6 വർഷങ്ങൾക്ക് ശേഷം മറ്റുമാണ് ഇപ്പോൾ അടുത്ത റെഗുലേഷൻ വരുന്നത്. അതിൽ വളരെ സമഗ്രമായ മാറ്റമാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം 4 വർഷ ഡിഗ്രി, അന്താരാഷ്ട്ര നിലവാരത്തിനൊപ്പം നിൽക്കാൻ 4 വർഷ ഡിഗ്രി കോഴ്സുകൾ അനുവദിച്ചിരിക്കുകയാണ്. ഈ 4 വർഷ ഡിഗ്രി കോഴ്സുകളിൽ കുട്ടികൾക്ക് ഏത് വിഷയവും പഠിക്കാനുള്ള
ഫ്ലെക്സിബിലിറ്റി നൽകുകയാണ്. അപ്പോൾ അവർക്ക് ഏത് രംഗത്തും തൊഴിൽ നേടാൻ ശ്രമിക്കാം. അങ്ങനെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അതിൻ്റെ നിലവാരം ഉയർത്താനുള്ള ധാരാളം നടപടിക്രമങ്ങളാണ് UGC സ്വീകരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങ് ഇവിടെ നിലനിൽക്കുന്ന നമ്മുടെ സർവകലാശാലകളിൽ നിലനിൽക്കുന്ന ദോഷകരമായ പ്രവണതകൾ, മോശപ്പെട്ട ശീലങ്ങൾ, അല്ലെങ്കിൽ കാലാനുസൃതമായി വരുത്തേണ്ട മാറ്റങ്ങൾ ഒക്കെ അങ്ങ് വിശദമായിട്ട് പറഞ്ഞു. നമുക്ക് പ്രതീക്ഷിക്കാം UGC വളരെ നല്ല മാറ്റങ്ങളുമായിട്ട് രംഗത്ത് വരും. അത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെയും സമൂലം ഉടച്ചു വാർക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ നന്ദി.